സംഘപരിവാർ സംഘടനകളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയും പിന്തുണയോടും കൂടി വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കമായി. ഉടുപ്പി പേജാർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥസ്വാമിയുടെ നേതൃത്വത്തിൽ സന്യാസിമാർ ദീപം തെളിയിച്ച് ജാഥ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 5-ന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. സണ്ണി, വിവരങ്ങൾ. സ്വാമി, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സമത്വ മുന്നേറ്റ യാത്ര, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ തുടക്കം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നായിരുന്നു. കനത്ത ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചതോടെ തന്നെ കനത്ത മഴയും ആരംഭിച്ചു. ആ മഴ ഇപ്പോഴാണ് അവസാനിപ്പിച്ചത്. ഇതുവരെയും ഉദ്ഘാടന യോഗം പൂർത്തിയായിട്ടില്ല. സംഘപരിവാറിന്റെ ശക്തമായ വക്താവായിട്ടുള്ള ഉടുപ്പി പേജാവർ മഠാധിപതി സ്വാമി വിശ്വേശ്വര തീർത്ഥ ഉൾപ്പെടെയുള്ള 5ഓളം സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ദീപം തെളിയിച്ച് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കളും വേദിയിൽ സന്നിഹിതരായിരുന്നു. RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ സദസ്സിലും വലിയ തോതിലുണ്ടായിരുന്നു. രാവിലെ തന്നെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഇതിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങില് അനുഗ്രഹാശംസകളുമായി BJP അധ്യക്ഷൻ V മുരളീധരൻ തന്നെ നേരിട്ടെത്തിയ ആശംസകൾ അർപ്പിച്ചു. മൊത്തത്തിൽ ഇതിന്റെ നേതൃത്വം മുന്നിൽ വെള്ളാപ്പള്ളി നിർത്തി RSS BJP സംഘപരിവാർ സംഘം നയിക്കുന്ന നിലയിലുള്ള യാത്രയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഉദ്ഘാടനം കഴിയുന്നതോടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാവുകയാണ്. നാളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ രാവിലെ 10 മണിക്കാണ് ആദ്യ യോഗം. തനി സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന രീതിയിലുള്ള പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യ പ്രഭാഷണമായി നടത്തിയത്. കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും മറ്റും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും അതുകൊണ്ട് ഉൽപാദനം ഹിന്ദു ജനവിഭാഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന നിലയിലുള്ള സംഘപരിവാർ നേതാക്കൾ സംസാരിക്കുന്നതിനുള്ള തനി ഒരു വർഗീയ ചൊവ്വയോടുള്ള പ്രസംഗത്തിലുടനീളം ഹൈന്ദവ വികാരം ഉണർത്തുന്ന നിലയിലുള്ള പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അദ്ദേഹം മുമ്പൊരിക്കലും നടത്താത്ത നിലയിലുള്ള പ്രസംഗമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഈ സമത്വ മുന്നേറ്റ യാത്ര ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതല്ല, ന്യൂനപക്ഷങ്ങളോടൊപ്പം ഹിന്ദുക്കളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സ്വാമി, കാസർഗോഡ് നിന്നും സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളി വാങ്ങിയ കോഴപ്പണം സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണമെന്ന് VS. യാത്ര ആറ്റിങ്ങലെത്തുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വേഷം നിക്കറും വെള്ളയുടുപ്പുമാകുമെന്നും VSന്റെ പരിഹാസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമത്വ മുന്നേറ്റ യാത്രയ്ക്കെതിരെ ധർമ്മവേദി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് SN ട്രസ്റ്റ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ ജാഥയെത്തുമ്പോഴേക്ക് സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിങ്ങ് ആറ്റിങ്ങലെത്തുമ്പോഴേക്ക് മിസ്റ്റർ നടേശന്റെ രൂപം നിക്കറും വെള്ളയുടുപ്പുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനും തുടർന്ന് നടന്ന ധർണയ്ക്കും SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ, മുൻ ജനറൽ സെക്രട്ടറി K ഗോപിനാഥ്, കിളിമാനൂർ ചന്ദ്രബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാറിന്റെ ദൗത്യം കേരളത്തിൽ വെള്ളാപ്പള്ളി ഏറ്റെടുത്തെന്ന് VM സുധീരൻ. സമത്വ മുന്നേറ്റ യാത്രയിലൂടെ വെള്ളാപ്പള്ളി RSS അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. SNDPയുടെ പേരിൽ വെള്ളാപ്പള്ളി വിഭാഗീയത വളർത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ദൗത്യം കേരളത്തിൽ ചിലർ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന സമത്വ മുന്നേറ്റ ജാഥയിലൂടെ വ്യക്തമാക്കുന്നത്. ആരുടെ സമത്വമാണ്, ഏതിൻ്റെ സമത്വമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്? കേരളീയ സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾ എന്താണ്? സാമൂഹ്യ നീതിക്ക് വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ്? സാധുജന പരിപാലനത്തിന് വേണ്ടി പാവപ്പെട്ട സമൂഹത്തെ എന്തിനേറെ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും സാമൂഹ്യ നീതി, പാവപ്പെട്ടവരോട് നീതി ചെയ്യാൻ തയ്യാറാകാതെ ഇപ്പോൾ സമത്വവാദവുമായി മുന്നോട്ട് വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗുരുദേവൻ
ഈ ഒരു നല്ല വ്യവസ്ഥയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, അതിൻ്റെ പേരിൽ വിഭാഗീയത വളർത്തുന്ന ഒരു സാഹചര്യം അത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? അത് നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യത്തില്ലേ? അത് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാർ മാത്രമേ ഉള്ളൂ, BJPയും RSSും. ഗുരുദേവൻ്റെ ആ വലിയ ദർശനം, വലിയ കാഴ്ചപ്പാട്, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ കേരളീയ സമൂഹം തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടി ജീവിച്ചുവോ, ശ്രീനാരായണ ഗുരു എന്താണ് ജനങ്ങളെ പഠിപ്പിച്ചത്, അതിന് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് ഇന്ന് പല ആളുകളും യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ യാത്ര ഒരു നനഞ്ഞ പടക്കമായി മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച മഹത്തായ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുകളാണ് ഈ ജാഥയിലൂടെ അവർ ഉയർത്തിപ്പിടിക്കുന്നത്. പീപ്പിൾ ഇംപാക്ട് വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ആദ്യ കേസ്. കെപ്കോ ചെയർമാനും പത്തനംതിട്ട SNDP യൂണിയൻ പ്രസിഡന്റുമായ K പത്മകുമാറിനെതിരെയാണ് കേസ്. പത്മകുമാർ 47 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട SNDP യൂണിയൻ കമ്മിറ്റി അംഗം രനേശാണ് യൂണിയൻ നേതൃത്വത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് FIRൽ പറയുന്നത് ഇങ്ങനെ: 2007-2008 കാലയളവിൽ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നും പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്തു. ഇത് ശാഖാ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നാണ് പ്രധാന പരാതി. പൊതുപണം സ്വന്തം ആവശ്യത്തിന് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കെപ്കോ ചെയർമാനുമായ K പത്മകുമാറിനെ 1-ാം പ്രതിയും യൂണിയൻ സെക്രട്ടറി CN വിക്രമനെ 2-ാം പ്രതിയുമാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. തട്ടിപ്പ് നടത്തണമെന്ന് കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തിയതിനുൾപ്പെടെ 120B, 420, 409, 477A, 34 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. SNDP യൂണിയന്റെ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ശാഖാംഗങ്ങൾ കോടതിയിൽ നിന്നും ജപ്തി നടപടി നേരിടുന്ന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറം DCC പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്നാണ് രാജി. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, വിവരങ്ങൾ. സോമി, മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് കുഞ്ഞിയാണ് രാജിവെച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയാണ് പരാജയത്തിന് രാജിക്ക് കാരണമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് KPCC വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നാണ് മുഹമ്മദ് കുഞ്ഞി ആരോപിക്കുന്നത്. മുസ്ലിം ലീഗുമായി ജില്ലയിൽ തർക്കമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തെ മുഖവിലക്കെടുക്കാതെ KPCC നേതാക്കൾ ലീഗുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇതിന്റെ ഫലം കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. വെറും 14 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി ലഭിച്ചിട്ടുള്ളത്. അതുപോലെ കോൺഗ്രസും ലീഗും നേരിട്ട് മത്സരിച്ചിടങ്ങളിലെല്ലാം കോൺഗ്രസിന് വലിയ പരാജയമുണ്ടായി. DCC പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ പോലും LDFന് ഭരണം മാറുന്ന ഒരു സാഹചര്യം ഇത്തവണയുണ്ടായി. ഈ കാര്യങ്ങളിലൊന്നും KPCC വേണ്ടത്ര ഇടപെട്ടില്ല. പകരം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന നിലയിലാണ് പെരുമാറിയത്. ഇതിലെല്ലാം പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മുഹമ്മദ് കുഞ്ഞി രാജി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താൻ നാളെ നടക്കുന്ന KPCCയുടെ അവലോകന യോഗത്തിന് തൊട്ട് മുൻപാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. KPCC സെക്രട്ടറിയായ VV പ്രകാശിന് പകരം ചുമതല നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സോമി, KT സ്വാലിഹാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. എക്സൈസ് മന്ത്രി K ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭത്തിലേക്ക്. ഇതിനു മുന്നോടിയായി ഈ മാസം 30-ന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. KM മാണിക്കെതിരെ ത്വരിതാന്വേഷണം നടത്തിയ സർക്കാർ K ബാബുവിനെതിരെ വിജിലൻസ് മാനുവലിൽ ഇല്ലാത്ത പ്രാഥമിക അന്വേഷണം നടത്തിയത് കോഴപ്പണം കൈപ്പറ്റിയ മുഖ്യമന്ത്രിയെ കൂടി രക്ഷിക്കാനാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. KM മാണിക്കെതിരെ ത്വരിതാന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്തവർ എന്തുകൊണ്ട് K ബാബുവിനെതിരെ ത്വരിതാന്വേഷണം നടത്തുന്നില്ലെന്ന് വൈക്കം വിശ്വൻ ചോദിച്ചു. K ബാബു പിടിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയും കുടുങ്ങും എന്നതിനാലാണ് ബാബുവിനെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കോടതി നിലപാടുകൾ സർക്കാരിനെതിരാകുന്നു എന്ന് കണ്ടതോടെ കോൺഗ്രസ് നേതാക്കൾ കോടതിക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്.
ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് വൈക്കം വിശ്വൻ ചൂണ്ടിക്കാട്ടി. എം ഹസൻ ഉൾപ്പെടെയുള്ളവർ കോടതിക്കെതിരെ പ്രതികരിച്ചത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മന്ത്രിസഭയിലെ മാണിക്കെതിരെ സ്വീകരിച്ചിരുന്ന അന്വേഷണ സംവിധാനം തന്നെ ബാബുവിനെതിരെയും എടുക്കാൻ കഴിയണം. ബാബു വളരെ വ്യക്തമായി കോഴ വാങ്ങിയെന്നും കോഴ ചോദിച്ചു എന്നും കോഴ സംഘടിപ്പിക്കുന്നതിന് ബാർ ഉടമകൾ രംഗത്ത് വന്നു എന്നും ഇന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ബാബു ആ സ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തും. സംസ്ഥാനം രൂക്ഷമായ വിലക്കയറ്റം നേരിടുമ്പോഴും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും LDF യോഗം വിലയിരുത്തി. വിലക്കയറ്റം തടയുക എന്ന ആവശ്യമുന്നയിച്ച് ഡിസംബർ 3 നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും LDF യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പമ്പാ നദിയിൽ കോളിഫോമിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠന റിപ്പോർട്ട്. ഇതോടെ പമ്പയുടെ സംരക്ഷണത്തിനായി സന്നിധാനത്ത് കോടികൾ മുടക്കി സ്ഥാപിച്ച മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി. സന്നിധാനത്തെ മാലിന്യങ്ങൾ പമ്പയിൽ എത്താതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടു. സന്നിധാനത്തെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കാൻ 25 കോടിയോളം രൂപ മുടക്കി സ്ഥാപിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു വശത്ത് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തു കൂടി മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാട്ടിലൂടെ ഒഴുകി പമ്പയിലേക്ക് പതിക്കുന്നു. ഈ സത്യം അറിയാമെങ്കിലും അത് മറച്ചുവച്ചായിരുന്നു മന്ത്രി VS ശിവകുമാറിന്റെ അവകാശവാദം. നമ്മുടെ സന്നിധാനത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. പമ്പാ നദി മലീമസമാകുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സന്നിധാനത്തെ വിസർജ്യ മാലിന്യം പമ്പയിൽ പതിക്കുന്നതിലൂടെ ജലത്തിൽ ഫീക്കൽ കോളിഫോമിന്റെ അംശം ക്രമാതീതമായി ഉയരുകയാണെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പഠനം വ്യക്തമാക്കുന്നതായി എൻവയോൺമെന്റൽ എഞ്ചിനീയർ പൗലസ് ഈപ്പൻ പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ ഈ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ മോട്ടറിങ് ആരംഭിച്ചു. പക്ഷേ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ മകരവിളക്ക് സീസണിൽ കാണുന്ന പോലെയുള്ളതായ മാലിന്യത്തിന്റെ തോത് അതിൽ കണ്ടെത്താൻ സാധിച്ചു. പമ്പയിലെ ജലം മനുഷ്യജീവന് ഭീഷണി ഉയർത്തുമ്പോൾ സന്നിധാനത്ത് കുന്നാറിൽ നിന്നെത്തുന്ന ജലം നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് മലിനീകരണ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഗപ്പി മീനുകളെ ഉപയോഗിച്ചാണ് ഇവിടെ വെള്ളത്തിന്റെ പരിശുദ്ധി നിർണ്ണയിക്കുന്നത്. ഈ മത്സ്യം പോയിസണായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ഷ്യൂർ ചെയ്ത് അതിന്റെ മാക്സിമം അത് ഡെഡ്ലി ആവാനുള്ള വരെ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെറിയൊരു പോയിസൺ ഉണ്ടായാൽ മതി. പമ്പയെ മാലിന്യമുക്തമാക്കാൻ ഖജനാവിൽ നിന്നും കോടികൾ പാഴാക്കുമ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ടത്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം VJ മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, ശബരിമല.